അതിന്റെ കർശനമായ രീതിയിലുള്ള നിയമ നടപടികൾ തന്നെ സ്വീകരിക്കുമെന്ന് പോലീസിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ആക്രമിച്ച വിദ്യാർത്ഥിയുടെ ഫോൺ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ വാട്സപ്പ് സന്ദേശത്തിൽ അവർ പറയുന്നത് കൂട്ടത്തല്ലായതുകൊണ്ട് കേസെടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പോലീസ് കേസെടുക്കില്ല, അത്തരത്തിലുള്ള ആത്മവിശ്വാസം വിദ്യാർത്ഥികളിൽ വളർന്നു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ധാരണയോടെയാണ് ഈ വിദ്യാർത്ഥികൾ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നേരത്തെ ഇത്തരത്തിൽ അക്രമം നടത്തിയപ്പോൾ അവരെ സംബന്ധിച്ച് ജൂനിൽ വരുന്ന ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനപ്പുറത്തേക്കുള്ള നടപടികളിലേക്ക് കാര്യമായി വന്നിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് തീരുമാനിക്കേണ്ടത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡും കാര്യങ്ങളുമാണ്. ഒരുപക്ഷെ അന്ന് ഈ വിദ്യാർത്ഥികളുടെ ഭാവിയൊക്കെ ഓർത്തായിരിക്കണം ഇവരെ ഒരു ഇളവ് ഇവർക്ക് അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അത് മുതലെടുത്തുകൊണ്ട് അതൊരു അലങ്കാരമാക്കിക്കൊണ്ട് അതായത് അവർ പരസ്പരം ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യം പോലെയാണ് ഇത്. വിദ്യാർത്ഥികൾ ഇത്തരം തെറ്റ് ചെയ്താൽ ഒരു നിയമ നടപടിയും ഉണ്ടാകില്ല എന്നുള്ളത് അത് തെറ്റാണ്. അതിനനുസൃതമായ രീതിയിൽ തന്നെ ഒരു പ്രായപൂർത്തിയാകാത്ത ആളുകൾ തെറ്റ് ചെയ്താൽ ഏതൊക്കെ രീതിയിലായിരിക്കുമോ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് അനുസരിച്ചുള്ള ശിക്ഷണ നടപടികൾ അല്ലെങ്കിൽ നിയമ നടപടികൾ, അതിന് ഇവർ വിധേയരാകേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. വളരെ ഗൗരവകരമായ കാര്യമാണ്. ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ പൊലിഞ്ഞ സംഭവമാണ്. അത്ര ഒരിക്കലും അനുകരിക്കാവുന്ന മാതൃകാപരമായ രീതിയല്ല ഇവിടെ നടന്നിരിക്കുന്നത്. അങ്ങേയറ്റത്തെ കുറ്റകൃത്യമാണ്. അത് ആര് ചെയ്തു എന്നുള്ളതല്ല, എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ ഇനിയൊരിക്കലും ഇത്തരത്തിലൊരു അനുഭവം ആർക്കും ഇവിടെയും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ പഴുതുകൾ ഇവർ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട്, നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ ചെയ്തു എന്നുള്ളതാണ് അത്തരത്തിൽ ആ ഒരു വാട്സപ്പ് സന്ദേശത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, ഇവർ പ്രതികാരത്തിനായി ഒരു വാട്സപ്പ് കൂട്ടായ്മ പോലും രൂപീകരിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളുടെ മനോഭാവം പോയി എന്നുള്ളത് ഈ താമരശ്ശേരിയിലെയും വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികൾ ഈ അക്രമം നടത്തിയവരുടെ മനോഭാവം പോയി എന്നുള്ളത് അങ്ങേയറ്റം ദയനീയമായൊരു സാഹചര്യമാണ് ഉളവാക്കിയിരിക്കുന്നത്. റിയാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഒരു സംഘർഷം ഉണ്ടായപ്പോൾ ഈ മർദ്ദനമേറ്റ അല്ലെങ്കിൽ ഇപ്പോൾ മരിച്ച ഈ ഷഹബാസ് പോലും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തനിക്ക് ഇങ്ങനെ ഒരു ആക്രമണം നേരിട്ടുവെന്നോ അല്ലെങ്കിൽ ഇത്തരം സംഘർഷം ഉണ്ടായെന്നോ ഇങ്ങനെ അടി മറ്റുള്ള വിദ്യാർത്ഥികൾ തന്നെ മർദ്ദിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും ഷഹബാസ് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതേ നിലക്കാണ് രക്ഷിതാക്കളൊന്നും ഇത്തരം നടക്കുന്ന കാര്യങ്ങളൊന്നും കൃത്യമായി അറിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത്തരം കാര്യങ്ങൾ നടന്നാൽ തന്നെ അവർ രക്ഷിതാക്കളോട് തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകുന്നില്ല. നമ്മളിപ്പോൾ കാണുന്ന പല സംഭവങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ കുട്ടികളുടെ നിയന്ത്രണം രക്ഷിതാക്കളിൽ നിന്നും കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നതാണ്. എത്രയൊക്കെ പുരോഗമന കാലമെന്ന് നമ്മൾ പറഞ്ഞാലും ഒരു രക്ഷിതാവിന് കുട്ടിയുടെ മേൽ ചില നിയന്ത്രണങ്ങളുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അധ്യാപകനുണ്ട്. അവരെ നിയന്ത്രിക്കേണ്ടിടത്ത് നിയന്ത്രിക്കാനും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടിടത്ത് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് കൃത്യമായൊരു കടിഞ്ഞാണ് എപ്പോഴും ഈ രക്ഷിതാക്കളുടെ കയ്യിൽ വേണം എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ അത്തരത്തിലൊരു കടിഞ്ഞാൻ ഇല്ലാത്തതാണ് ഇത്തരം സംഭവങ്ങൾ നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ഈ സംഭവത്തിൽ ഷഹബാസ് തനിക്ക് ഇവരുടെ മർദ്ദനമേൽക്കുന്നു, ക്രൂരമായ മർദ്ദനമേൽക്കുന്നു. പരസ്പരമുള്ള ഏറ്റുമുട്ടലിലാണെങ്കിൽ പോലും അതിനുശേഷം ഈ പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാഹ്യമായ പരിക്ക് ഷഹബാസിന് ഉണ്ടാകുന്നില്ല. ഷഹബാസ് നേരെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലെത്തി വീട്ടുകാരോട് ഇത്തരം ഒരു കാര്യങ്ങളും ഷഹബാസ് പറയുന്നില്ല. പിന്നീട് ഏറെ വൈകി ഇരിക്കുന്ന സമയത്ത് ഷഹബാസിന് അവശനില വരുന്നു. തുടർച്ചയായ ഛർദി ഉണ്ടാകുന്നു. ആ ഛർദിയുടെ അടിസ്ഥാനത്തിൽ ഷഹബാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ആശുപത്രിയിൽ കാണിച്ചപ്പോൾ മാത്രമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന കാര്യവും ഇത്തരത്തിലൊരു ക്രൂരമായ രീതിയിലുള്ള പെരുമാറ്റ രീതി ഉണ്ടായി എന്നുള്ളതും ഒക്കെ പറയുന്നത്, ഏറ്റുമുട്ടലുണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ പിന്നീട് അവസാനം ഗുരുതര നിലയിലാകുന്ന ഒരു സാഹചര്യം വന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു ദാരുണമായ ഒരു അന്ത്യം സംഭവിക്കുന്ന രീതി ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മുടെ വാർത്ത കേൾക്കുന്ന രക്ഷിതാക്കൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മക്കൾക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടത് അനിവാര്യതയാണ്. അതിനേക്കാൾ അവരുടെ കടിഞ്ഞാണ് എപ്പോഴും നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കണമെന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ മക്കൾ ഒരുപക്ഷെ ലഹരിയുടെ പിടിയിലേക്ക് പോകുന്നത് നമ്മൾ അറിയാതെ പോകുന്നത് ഒരുപക്ഷെ അവരോട് പരസ്പരം തുറന്നു സംസാരിക്കാൻ നമ്മൾ തയ്യാറാവാത്തത് കൊണ്ടാണ്. അവർക്ക് സ്വാതന്ത്ര്യത്തോടെ നമ്മളോട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ് അത്തരത്തിൽ ലഹരിയുടെ പിടിയിലേക്ക്, അക്രമത്തിന്റെ പിടിയിലേക്ക്
അരാജകത്വത്തിലേക്ക് നമ്മുടെ ചുരുക്കം ചില മക്കളെങ്കിലും പോകുന്നത്, എല്ലാ കുട്ടികളുമല്ല, ചുരുക്കം ചിലരെങ്കിലും പോകുന്നത്, അത് വളരെയധികം ഈ പുതിയ തലമുറയെ വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പലതവണ നമ്മൾ കണ്ടതാണ്. കോട്ടയത്ത് റാഗിംഗ് സംഭവത്തിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് 23കാരൻ ഏകദേശം 6 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്, അല്ല 5 പേരെ കൊലപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നമ്മൾ കണ്ടതാണ്. പുതുതലമുറയുടെ ചുരുക്കം ചില ആളുകളുടെയെങ്കിലും പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ താമരശ്ശേരിയിൽ നടന്ന ഈ സംഭവത്തിലും ഉണ്ടായിരിക്കുന്നത്. ഹരിത, റിയാസ്, മറ്റൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികളാണ്. 15 വയസ്സ് മാത്രമാണ് ഇപ്പോൾ ഈ മരണപ്പെട്ട ഷഹബാസിനടക്കമുള്ളത്. ഈ മർദ്ദിച്ച വിദ്യാർത്ഥികളും ഏകദേശം ആ ഒരു പ്രായക്കാർ തന്നെയാണ്. വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ എന്ന് മാത്രമേ നമുക്ക് അവരെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഇനിയും വളർന്നു വരുമ്പോൾ എത്രമാത്രം ഇവരുടെ സ്വഭാവ രീതിയിൽ മാറ്റം വരാമെന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത്തരം വിഷയങ്ങളിലേക്ക് കൃത്യമായ രീതിയിൽ തന്നെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ സാഹചര്യങ്ങൾ ഒക്കെ അവരെ മാറ്റിയെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ സംവിധാനം. ആ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ഇവരെ ദുർഗുണ പരിഹാരത്തിനായി അവരെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ അത്തരം ഇടങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അവരെ പുതിയ മനുഷ്യരായി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇപ്പോഴും ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലും പൂർണ്ണമായും ഇനിയൊരിക്കലും അവർ നന്നാവില്ല എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നല്ല മനുഷ്യരായി തിരിച്ചു വരാൻ കഴിയുന്ന ആളുകൾ തന്നെയാണ് ഈ ഒരു അക്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെങ്കിൽ കൃത്യമായ നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകണം. ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അടക്കമുള്ളവർ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കാര്യത്തിൽ നടപടികൾ അങ്ങനെ സത്വരമായ രീതിയിൽ തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം. ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്താൻ എന്തായാലും പോലീസിന് അധികാരമില്ല. ഇവരെ കസ്റ്റഡിയിലെടുക്കുക, ഇവരോട് കൂടുതൽ ചോദ്യം ചെയ്ത് കൂടുതൽ വ്യക്തത കൈവരുത്തുക. അതിനപ്പുറത്തേക്ക് ജുവനൈൽ ജസ്റ്റിസ് ബോർഡും അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ ഇടപെടുന്ന നിയമ സംവിധാനങ്ങളും ഒക്കെയാണ് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ കൈക്കൊള്ളേണ്ടത്. അത്തരത്തിലൊരു കർശന നടപടി എന്തായാലും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്യപൂർവമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കുട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് സ്വാഭാവികമാണെങ്കിലും അതിനെ സാധാരണവൽക്കരിക്കുകയല്ല. പക്ഷേ ഇത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്, ഏറ്റുമുട്ടുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് കൊല്ലപ്പെടേണ്ടി വരുന്ന അല്ലെങ്കിൽ രക്തസാക്ഷിയാകേണ്ടി വരുന്ന ദയനീയമായ ഒരു സാഹചര്യം ഇത് ഒരുപക്ഷെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായി ഇതിൽ ആരൊക്കെ പങ്കെടുത്തോ, അതിൽ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഏതൊക്കെ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടലിൽ പങ്കെടുത്തോ, ഈ ഷഹബാസിന്റെ കൊലപാതകത്തിന് കാരണക്കാരായവർ ആരൊക്കെയാണ്, അവരെ കൃത്യമായി തെറ്റ് ബോധിപ്പിച്ച് അവർക്ക് നല്ല മനുഷ്യരായി തിരിച്ചു വരാനുള്ള നിയമ നടപടി, ശിക്ഷണ നടപടികൾ കൃത്യമായി തന്നെ വേണം എന്നുള്ളതാണ് ഹരിത. ശരി റിയാസ്, നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതുണ്ട്. ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നേരത്തെ കാലത്തെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹെയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് അമൃത് വേണി ഹെയർ എലിക്സർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. അഹല്യ തരും ബെസ്റ്റ് റേറ്റ് ആൻഡ് ബെസ്റ്റ് സർവീസ്. അഹല്യ, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും കരുതലോടെ. മൈ ജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. 28 രൂപയുടെ ക്യൂട്ടി സോപ്പിനൊപ്പം 10 രൂപയുടെ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് തികച്ചും സൗജന്യം. ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. കൈരളി അഗ്രികൾച്ചർ.